ഈശോ അരിമത്തിയ ജോസഫ് നൽകിയ വിരുന്നിൽ വെച്ച് ഗമാലിയേലിനെ കണ്ടുമുട്ടുന്നു. 1945 ഫെബ്രുവരി 21. അരിമത്തിയായും പർവ്വത പ്രദേശത്തുള്ള ഒരു പട്ടണമാണ്. എന്തു കാരണത്താൽ എന്നറിഞ്ഞുകൂടാ, ഞാൻ വിചാരിക്കുന്നത് അതൊരു സമതലത്തിലാണെന്നായിരുന്നു. എന്നാൽ അത് പർവ്വത പ്രദേശത്താണ്. പർവ്വതം താഴെ സമതലത്തിലേക്ക് ചരിഞ്ഞു കിടക്കുന്നു. റോഡിൻ്റെ ഓരോ വളവ് തിരിവുകൾ വരുമ്പോൾ കാണാം പരന്ന പ്രദേശങ്ങൾ വളരെ ഫലപുഷ്ടിയുള്ളവയാണെന്ന്. പ്രത്യേകിച്ച് പടിഞ്ഞാറ് ഭാഗം. നവംബർ പ്രഭാതത്തിലെ താണുകിടക്കുന്ന മൂടൽമഞ്ഞ് നിമിത്തം അങ്ങ് പടിഞ്ഞാറ് ചക്രവാളം വരെ അന്ത്യമില്ലാതെ ഒരു ജലപാളി പോലെ പ്രകൃതി കാണപ്പെടുന്നു. ഈശോ സൈമന്റെയും തോമസിന്റെയും കൂടെയാണ്. വേറെ അപ്പസ്തോലന്മാരും ഈശോയുടെ കൂടെയില്ല. ഈശോ അതിഥേയന്റെ വികാരങ്ങളെ മാനിച്ച് അവരുടെ ഇടയിൽ മതിപ്പില്ലായ്മ വരാതിരിക്കാൻ അവർക്ക് സ്വീകാര്യമായ രണ്ടുപേരെ തിരഞ്ഞെടുത്തതാണ്. ഈ പ്രദേശത്തുള്ള യഹൂദർ ഈ വക കാര്യങ്ങൾ വളരെ പ്രധാനമായി കരുതുന്നവരാണെന്ന് തോന്നുന്നു. ചെറുപ്പക്കാരായ സ്ത്രീകളെക്കാൾ വികാര തീവ്രതയുള്ളവരാണെന്ന് തോന്നുന്നു. അവർ നടക്കുന്നതിനിടക്ക് അരിമത്യ ജോസഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തോമസിന് അയാളെ നന്നായി അറിയാം. തോമസ് അയാളുടെ സുന്ദരമായ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു. പർവ്വതത്തിന് തൊട്ട് അങ്ങ് ജെറുസലേമിലുള്ള റോഡിനും സമാന്തരമായി നീളത്തിൽ കിടക്കുന്ന വലിയ തോട്ടം. അരിമത്യായിൽ നിന്നുള്ള ജോപ്പായിലേക്കുള്ള റോഡിന് സമാന്തരമായും ഈ എസ്റ്റേറ്റ് വ്യാപിച്ചു കിടക്കുന്നു. സമതലത്തിൽ ജോസഫിനുള്ള വയലുകളെക്കുറിച്ചും തോമസ് സ്തുതിച്ചു പറയുന്നു. കുറഞ്ഞ പക്ഷം മനുഷ്യരെ മൃഗങ്ങളെ പോലെയൊന്നും ഇവിടെ കരുതുന്നില്ല. ആ ഡോറാസ് ഓ കഷ്ടം, സൈമൺ പറയുന്നു. ഇവിടെ ജോലിക്കാർക്കെല്ലാം നല്ല ഭക്ഷണവും വസ്ത്രവും ലഭിക്കുന്നു. അവരെ കണ്ടിട്ട് അവർ ആരോഗ്യമുള്ളവരും സംതൃപ്തരുമാണെന്ന് തോന്നുന്നു. അവരുടെ യജമാനന്റെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു പോകുന്ന പൊക്കമുള്ള സുന്ദരനായ മനുഷ്യൻ ആരാണെന്ന് അവർക്ക് അറിയാമെന്ന് തോന്നുന്നു. അവർ ബഹുമാനപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. അവർ താല്പര്യപൂർവ്വം നോക്കുകയും പരസ്പരം താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ജോസഫിന്റെ വീട് കാണാറായപ്പോൾ ഒരു ഭൃത്യൻ വന്നു താണു വന്നിച്ച് ചോദിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന റബ്ബി അങ്ങ് തന്നെയാണോ? അതെ, ഞാനാണ്, ഈശോ പ്രതിവചിക്കുന്നു. അയാൾ താണുവണങ്ങിയ ശേഷം ഗൃഹനാഥനെ വിവരമറിയിക്കാൻ ഓടുന്നു. വീടിന്റെ അതിർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിർത്തി മുഴുവൻ ഒരിക്കലും വാടാത്ത ചെടികൾ കൊണ്ടുള്ള ഉയർന്ന വേലിയാണുള്ളത്. ലാസറസിന്റെ അതിർത്തിയിൽ പൊക്കമുള്ള മതിലാണ്. വീടിന് ചുറ്റുമുള്ള തോട്ടത്തിൽ തുടർച്ചയാണ് ഈ വേലി. തോട്ടത്തിൽ ധാരാളം വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവയെല്ലാം ഇലകൾ പൊഴിച്ചു നിൽക്കുകയാണ്. വളരെ വീതിയുള്ള തൊങ്ങലുകൾ പിടിപ്പിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന അരിമത്യ ജോസഫ് ഒന്ന് ഈശോയെ അഭിവാദ്യം ചെയ്യുന്നു. കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വളരെ താണു വണങ്ങുന്നു. വളരെ ബഹുമാനം നൽകുന്ന ഒരു അഭിവാദനം. എന്നാൽ മാംസമായ ദൈവത്തെ ഈശോയിൽ കണ്ടുകൊണ്ടുള്ള വിനയപൂർവമായ അഭിവാദ്യമല്ല. ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി പാദങ്ങളോ വസ്ത്രത്തിന്റെ വിളുമ്പോ ചുംബിക്കുന്ന എളിയ അഭിവാദനവുമല്ല. ഈശോയും കുനിഞ്ഞ് സമാധാന ആശംസ നൽകുന്നു. കുരുവേ, അകത്തേക്ക് വരൂ. എൻ്റെ ക്ഷണം സ്വീകരിച്ച് എന്നെ അങ്ങ് സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇത്രയും വഴക്കം അവിടുന്ന് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുകൊണ്ട് പാടില്ല? ഞാൻ ലാസറസിൻ്റെയും വീട്ടിൽ പോകാറുണ്ടല്ലോ. പിന്നെ ലാസറസ് അവിടുത്തെ സ്നേഹിതനാണ്, ഞാൻ അപരിചിതൻ. നീ സത്യം അന്വേഷിക്കുന്ന ഒരാത്മാവാണ്. സത്യം നിന്നെ പരിത്യജിക്കുകയില്ല. സത്യം അവിടുന്നാണോ? ഞാൻ വഴിയും ജീവനും സത്യവുമാകുന്നു. എന്നെ സ്നേഹിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവന് വഴി സുനിശ്ചിതമാണ്. ഭാഗ്യപ്പെട്ട ജീവിതത്തിനുണ്ട്, അവർ ദൈവത്തെ അറിയും. കാരണം ദൈവനീതിയും സ്നേഹവും മാത്രമല്ല, സത്യവും കൂടെയാണ്. നീ ഒരു വലിയ പണ്ഡിതനാണ്. നിന്റെ ഓരോ വാക്കിലും കൂടെ വിജ്ഞാനം പ്രസരിക്കുന്നു. സൈമന്റെ നേരെ തിരിഞ്ഞു പറയുന്നു, ഇത്രയും ദീർഘമായ കാലത്തിന് ശേഷം നീയും എൻ്റെ വീട്ടിൽ വന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല. എൻ്റെ സ്ഥിതി നിനക്കറിയാമല്ലോ. നിന്റെ പിതാവിന് വളരെ ഇഷ്ടമായിരുന്ന കൊച്ചു സൈമന്റെ ജീവിതത്തിൽ എത്രയധികം കണ്ണീർ ചീന്തിയെന്ന് അറിയാമല്ലോ. എനിക്കറിയാം. നിനക്കെതിരായി ഒരു വാക്കു ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കെല്ലാം അറിയാം. വിശ്വസ്തനായ എൻ്റെ ഭൃത്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വസ്തുവകകൾ സംരക്ഷിക്കപ്പെട്ടതിന് ഞാൻ അങ്ങയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന്. ദൈവം അതിന് നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. സൻഹദ്രിൻ എനിക്ക് സ്വാധീനമുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സ്നേഹിതനെ സഹായിക്കാൻ നീതിപൂർവ്വം ഞാൻ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി. എനിക്ക് സ്നേഹിതർ ധാരാളം ഉണ്ടായിരുന്നു. വളരെ പേർക്ക് സൻഹദ്രിനിൽ സ്വാധീനവും ഉണ്ടായിരുന്നു. എന്നാൽ അവരാരും നിങ്ങളെപ്പോലെ നീതിനിഷ്ഠയുള്ളവരായിരുന്നില്ല. അപ്പോൾ ഇതാരാണ്? ഇവനെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു, എന്നാൽ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ഓർമ്മിക്കുന്നില്ല. ഞാൻ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ആണ്.
ഓ ശരി, നിന്റെ വൃദ്ധനായ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരന്മാരുമൊത്ത് വ്യാപാരവും നടത്തുന്നു. ഗുരുവിനെ പ്രതി ഞാൻ അപ്പനെ വിട്ടുപോന്നു. എന്നാൽ ഞാൻ പോകുന്നതിൽ അപ്പന് സന്തോഷമാണ്. അവനൊരു യഥാർത്ഥ ഇസ്രയേൽക്കാരനാണ്. നസ്രസിലെ ഈശോയാണ് മിശിഹ എന്നവൻ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തൻ്റെ മകൻ അവൻ്റെ സ്നേഹിതരിൽ ഒരാളാണെന്നറിയുന്നതിൽ സന്തോഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവരിപ്പോൾ വീടിനടുത്തുള്ള തോട്ടത്തിലെത്തി. ലാസറസിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ലൈബ്രറിയിലിരുന്നു സൻഹൃദിൻ്റെ അവസാന യോഗ റിപ്പോർട്ട് വായിക്കുന്നു. അവന് താമസിക്കാൻ ഇഷ്ടമില്ലായിരുന്നു, കാരണം അങ്ങേക്ക് ഇപ്പോഴറിയാമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ അവൻ മടിച്ചത്. എന്നാൽ ഞാൻ പറഞ്ഞു, ശരിയല്ല, ഇത്രയും നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിൽ വെച്ച് ആരും നിന്നെ നിന്ദിക്കാൻ പോകുന്നില്ല. ദയവായി ഇവിടെ താമസിക്കൂ. സ്വന്തം ചുറ്റുപാടുകൾ മറക്കുന്നവനെ ലോകം മുഴുവൻ എതിരെ ഒറ്റയായി പോകുന്നു. ലോകത്തിൽ നന്മയേക്കാൾ തിന്മ കൂടുതലായതിനാൽ ഏകനായിരിക്കുന്നവൻ അടിച്ചു വീഴ്ത്തപ്പെടുന്നു. അവൻ്റെ മേൽ എല്ലാവരും ചവിട്ടി നടക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയായിരുന്നു, നീ ശരിയായത് ചെയ്തു, ഈശോ മറുപടി പറയുന്നു. ഗുരുവേ, ഇന്ന് നിക്കോദേമസും ഗമാലിയേലും ഉണ്ടായിരിക്കും. അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്തിന്? അവൻ്റെ ജ്ഞാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. ശരി, അയാൾക്ക് അങ്ങയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അയാളുടെ അഭിപ്രായത്തിൽ പിടിച്ചു നിൽക്കാനാണ് ആഗ്രഹം. ആശയങ്ങളിൽ അവൻ പറയുന്നത് അവന് മിശിഹായെ എപ്പോഴേ കണ്ടു, എന്നിട്ട് അവനോട് വാഗ്ദാനം ചെയ്യപ്പെട്ട അടയാളത്തിനായി കാത്തിരിക്കുകയാണ് എന്നത്രേ. അങ്ങ് ദൈവത്തിൻ്റെ ഒരു മനുഷ്യനാണെന്നും അയാൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്. വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ മനുഷ്യൻ, ഞാനത് വിലമതിക്കുന്നു. അതെ, ഞാൻ അവനോട് ഇങ്ങനെയും പറഞ്ഞു. ബെഥനിയിലെ ലാസറസും ഗുരുവിനോടും കൂടെയാണ് ഞാൻ പറഞ്ഞു. കാരണം ശരി, അവൻ്റെ സഹോദരി നിമിത്തം. എന്നാൽ ഗമാലിയേൽ പറഞ്ഞ മറുപടി, അവൾ വന്നിട്ടുണ്ടോ? ഇല്ല. കൊള്ളാം. ചെളിയിൽ നിന്നെടുത്ത വസ്ത്രത്തിൽ നിന്ന് ചെളി താഴെ വീഴുന്നു. ലാസറസ് തന്നെ അത് കുടഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് എൻ്റെ വസ്ത്രത്തെ അവൻ മലിനമാക്കുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനെ അവിടെ പോകാമെങ്കിൽ നിയമത്തിൻ്റെ ഒരു പണ്ഡിതനായി എനിക്കും അവിടെ പോകാം. ഗമാലിയേലിൻ്റെ തീർപ്പ് ശരിയാണ്. നട്ടെല്ലി വരെ അയാൾ ഒരു പ്രീശനും നിയമപണ്ഡിതനുമാണ്. എന്നാൽ ഇപ്പോഴും സത്യസന്ധതയും നീതിയുമുള്ളവൻ. അങ്ങ് അങ്ങനെ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഗുരുവേ, ലാസറസ് ഇതാ. ഈശോയുടെ വസ്ത്രത്തിൽ ചുംബിക്കാൻ ലാസറസ് കുനിയുന്നു. ഈശോയുടെ അടുത്തായിരിക്കുന്നതിൽ സന്തോഷം. എന്നാൽ അതിഥികളെ ഓർക്കുമ്പോൾ മനസ്സിന് പ്രയാസവും. പാവം ലാസറസ്. എല്ലാവർക്കും അറിയാവുന്ന ദുഃഖത്തിൽ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ കൂടെ ഇതും. അതായത്, ഈ മനുഷ്യനോട് എന്തു പറയും? അയാൾ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും? എന്നെ എങ്ങനെയാണ് കാണുന്നത്? അവൻ തിരുവാക്കുകളാലും നോട്ടത്താലും എന്നെ പരിഹസിക്കുമോ? ഇങ്ങനെ തങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും കളങ്കമുള്ളവർക്കെല്ലാം ഉണ്ടാകുന്നൊരു വേദന. വളരെ സമൃദ്ധമായി ഒരുക്കിയിരിക്കുന്ന വിരുന്നുശാലയിൽ അവർ പ്രവേശിച്ചു. ഗമാലിയേലിനെയും നിക്കോദെമസിനെയും പ്രതീക്ഷിച്ചു മാത്രം കാത്തിരിക്കുന്നു. 4 അതിഥികൾ വന്നു കഴിഞ്ഞു. പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുന്നു. ഫെലിക്സ്, ജോൺ, സൈമൺ, കോർണിലിയസ്. നിക്കോദെമസും ഗമാലിയേലും വന്നപ്പോൾ ആകെ ഒരു ചലനം. ഭൃത്യന്മാർ ഓടുന്നു. മഞ്ഞുപോലെ വെള്ള നിറമുള്ള വിലപിടിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന ഗമാലിയേലിന് രാജകീയ മഹിമ. ജോസഫ് ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അഭിവാദ്യത്തിൻ്റെയും പ്രതി അഭിവാദനത്തിൻ്റെയും ഒരു ബഹളം. ഈശോയും തലകുനിച്ച് മഹാ റബിയെ ബഹുമാനിക്കുന്നു. ഗമാലിയേൽ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് ഈശോയെ അഭിവാദ്യം ചെയ്യുന്നു. അവൻ്റെ സമാധാനം എപ്പോഴും നിന്റെ സഹചാരിയായിരിക്കട്ടെ എന്ന് ഈശോ ഉത്തരം പറയുന്നു. ലാസറസും മറ്റെല്ലാവരും ഗമാലിയേലിനെ ബഹുമാനപൂർവ്വം താണു വണങ്ങുകയാണ്. മധ്യത്തിലുള്ള പ്രധാന ഇരിപ്പിടത്തിൽ ഗമാലിയേൽ ഇരിക്കുന്നു. ഇരുവശങ്ങളിൽ ഈശോയും ജോസഫും. ലാസറസ് ഈശോയുടെ സമീപം. നിക്കോദെമസ് ജോസഫിൻ്റെ അടുത്ത്. പതിവുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഭക്ഷണം ആരംഭിക്കുന്നു. അതിനു മുമ്പ് പൗരസ്ത്യരുടെ രീതി അനുസരിച്ച് പ്രധാനപ്പെട്ട 3 വ്യക്തികളും, അതായത് ഈശോയും ഗമാലിയേലും ജോസഫും കുശലം പറയുന്നു. പ്രാർത്ഥന ഗമാലിയേലാണ് നയിച്ചത്. ഗമാലിയേൽ വളരെ മഹിമയുള്ളയാളാണ്, എന്നാൽ അഹങ്കാരിയല്ല. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഈശോയുടെ ഓരോ വാക്കിനെക്കുറിച്ചും അയാൾ ചിന്തിക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. തെരുതെരെ തൻ്റെ കുഴിഞ്ഞിരിക്കുന്ന കറുത്ത നിശിതമായ കണ്ണുകൾ കൊണ്ട് ഈശോയെ നോക്കുന്നുമുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം കഴിഞ്ഞ് ഈശോ മൗനമായിരിക്കുമ്പോൾ ഉചിതമായ ഒരു ചോദ്യം ഉന്നയിച്ച് സംഭാഷണം തുടരുവാൻ അയാൾ ശ്രമിക്കുന്നു. ലാസറസിനെ ആരംഭത്തിൽ അല്പം പ്രയാസമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ധൈര്യമായി സംസാരിക്കാൻ തുടങ്ങി. വിരുന്നു മിക്കവാറും തീരുന്നതുവരെ ഈശോയുടെ വ്യക്തിത്വത്തെപ്പറ്റി പരാമർശമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഫെലിക്സ് എന്ന പേരുള്ള അതിഥിയും ലാസറസും തമ്മിൽ ഒരു ചർച്ച ആരംഭിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ലാസറസിൻ്റെ കൂടെ നിക്കോദെമസും ജോൺ എന്ന പേരുള്ള അതിഥിയും കൂടി. ചർച്ചാ വിഷയം അത്ഭുതങ്ങളാണ്.
അത്ഭുതങ്ങൾ ഒരാൾക്ക് അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതുമാണ് വിഷയം. ഈശോ മൗനമായിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ചിലപ്പോൾ പുഞ്ചിരി തൂകുന്നു, എന്നാൽ മൗനം പാലിക്കുകയാണ്. ഗമാലിയേൽ ശാന്തനായിരിക്കുന്നു. കൈമുട്ടുകൾ കിടക്കയിൽ കുത്തിക്കൊണ്ട് ഈശോയെ തറപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ഒട്ടിയ മുഖത്ത് വിളറിയ മാർദ്ദവമേറിയ ത്വക്കിൽ ഒത്തിവെച്ചിരിക്കുന്ന ഏതോ പ്രകൃത്യാതമായ വാക്ക് വായിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള നോട്ടം. ആ മുഖത്തിൻ്റെ ഓരോ നാഴികയും വിശകലനം ചെയ്യുന്നത് പോലെ. ഫെലിക്സ് പറയുന്നത് ജോണിൻ്റെ വിശുദ്ധി അവിതർക്കിതമാണ്. ഒട്ടും തർക്കമില്ലാത്ത ആ വലിയ വിശുദ്ധിയിൽ നിന്നുള്ള അനുമാനം നസ്രയനായ ഈശോയ്ക്കെതിരെയാണ് വരുന്നത്. ഈശോ അനേക അത്ഭുതങ്ങളുടെ കർത്താവാണെങ്കിലും അയാൾ പറയുന്നു അത്ഭുതങ്ങൾ വിശുദ്ധിയുടെ തെളിവല്ല. കാരണം പ്രവാചകനായ ജോണിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നുമില്ല. എന്നാൽ ഇസ്രയേലിൽ ആരും അയാളുടേതുപോലെ ഒരു ജീവിതം നയിച്ചിട്ടില്ല. അയാൾക്ക് വിരുന്നുമില്ല, കൂട്ടുകാരുമില്ല, സുഖപ്രദമായ ഒന്നുമില്ല. അയാൾ സഹിക്കുകയാണ് ചെയ്യുന്നത്. നിയമത്തിനു വേണ്ടി കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടു. അയാൾ ഏകനായി ജീവിക്കുന്നു. ശിഷ്യന്മാരുണ്ടെങ്കിലും അവരുടെ കൂടെ അയാൾ ജീവിക്കുന്നില്ല. ഏറ്റവും സത്യസന്ധനായവരിൽ പോലും അയാൾ കുറ്റങ്ങൾ കാണുന്നു. എല്ലാവർക്കുമെതിരെ ഇടിനാദം പോലെ ശബ്ദിക്കുന്നു. എന്നാൽ ഈ ഗുരു നസ്രസുകാരൻ അത്ഭുതങ്ങൾ ചെയ്തു എന്നത് സത്യമാണ്. പക്ഷേ അവനും ജീവിതം നൽകുന്ന സുഖങ്ങളെ സ്നേഹിക്കുന്നു. സൗഹൃദം ഉപേക്ഷിക്കുന്നില്ല. സൻഹൃദനിലെ മുതിർന്ന ഒരാൾ നിന്നോടിത് പറയുന്നെങ്കിൽ അത് ക്ഷമിക്കുക. ദൈവനാമത്തിൽ എത്ര എളുപ്പത്തിലാണ് അയാൾ ക്ഷമിക്കുന്നത്. ആരോട്? പാപനിമിത്തം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോട്. ഈശോ നീ അത് ചെയ്യരുത്. ഈശോ പുഞ്ചിരി തൂകുന്നു, ഒന്നും പറയുന്നില്ല. ഈശോയ്ക്ക് പകരം ലാസറസ് മറുപടി പറയുന്നു. ശക്തനായി നമ്മുടെ കർത്താവിനെ തൻ്റെ ദാസന്മാരെ ഇഷ്ടമുള്ളതുപോലെയും ഇഷ്ടമുള്ള സ്ഥലത്തേക്കും അയക്കാം. മോശക്ക് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം അവൻ നൽകി. തൻ്റെ ആദ്യത്തെ പ്രധാന പുരോഹിതനായ അഹ്റോന് ആ ശക്തി നൽകിയില്ല. അതുകൊണ്ട് എന്താണ് നിന്റെ നിഗമനം? ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ വിശുദ്ധിയുള്ളവനോ? തീർച്ചയായും ഫെലിക്സ് മറുപടി പറയുന്നു. അപ്പോൾ ഈശോയ്ക്ക് കൂടുതൽ വിശുദ്ധി, കാരണം ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഫെലിക്സിന് ഒരു ജാള്യത. എന്നാൽ അയാൾ വൃദ്ധ ആക്ഷേപിക്കാൻ ഒരു തർക്കം കൊണ്ടുവരുന്നു. അഹ്റോന് പൗരോഹിത്യം നൽകപ്പെട്ടു കഴിഞ്ഞിരുന്നു, അത് മതിയായിരുന്നു. എൻ്റെ സ്നേഹിത, അങ്ങനെയല്ല. നിക്കോദമേസ് പറയുന്നു, അഹ്റോന്റെ പൗരോഹിത്യം ഒരു ദൗത്യമായിരുന്നു, വിശുദ്ധമായ ഒരു ദൗത്യം. അതിൽ കവിഞ്ഞൊന്നുമില്ലായിരുന്നു. ഇസ്രയേലിലെ മഹാപുരോഹിതന്മാരെല്ലാവരും എല്ലായ്പ്പോഴും വിശുദ്ധരായ മനുഷ്യരല്ലായിരുന്നു. എന്നാൽ തന്നെയും അവർ വിശുദ്ധരായിരുന്നില്ലെങ്കിൽ തന്നെയും മഹാപുരോഹിതന്മാരായിരുന്നു. മഹാപുരോഹിതന് കൃപാവരം ഇല്ലെന്നല്ലോ നീ പറയുന്നത്? ഫെലിക്സ് അത്ഭുതത്തോടെ പറയുന്നു. ഫെലിക്സേ, നമുക്ക് തീ കൊണ്ട് കളിക്കേണ്ട. നീ ഗമാലിയേൽ, ജോസഫ്, നിക്കോദമസ്, ഞാൻ നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളും അറിയാം. ജോൺ എന്ന പേരുള്ള അതിഥി പറയുന്നു. എന്ത്? ഗമാലിയേൽ എന്തെങ്കിലും പറയൂ. ഫെലിക്സിന് ഇടർച്ച. അവൻ നീതിയുള്ളവനാണെങ്കിൽ അവൻ സത്യം പറയും. അത് കേൾക്കാൻ നിനക്കിഷ്ടമില്ല. ഫെലിക്സിനോട് ദേഷ്യം തോന്നുന്ന 3 പേരും കൂടെ പറയുന്നു. ജോസഫ് സമാധാനം സ്ഥാപിക്കാൻ പരിശ്രമിക്കുകയാണ്. ഈശോ മൗനമായിരിക്കുന്നു. അതുപോലെ തന്നെ തോമസും തീഷ്ണനായ സൈമണും. മറ്റേ സൈമണും പിടിച്ചു കളിക്കുകയും ജിജ്ഞാസപൂർവ്വം ഈശോയെ നോക്കുകയും ചെയ്യുന്നു. ഗമാലിയേൽ, എന്നാൽ സംസാരിക്കൂ. എതിരാളികൾ 3 പേരും കൂടെ പറയുന്നു. ഞാൻ പറയുന്നു, കുടുംബത്തിലെ പോരായ്മകളൊക്കെ മറച്ചു വെക്കേണ്ടതാണ്. ഗമാലിയേൽ പറയുന്നു. അതിനുത്തരമല്ല. ഫെലിക്സ് ഉച്ചത്തിൽ പറയുന്നു. ഇത് കേട്ടാൽ തോന്നും പ്രധാന പുരോഹിതന്റെ വീട്ടിൽ കുറ്റങ്ങളുണ്ടെന്ന് നീ അംഗീകരിക്കുകയാണെന്ന്. അവൻ സത്യത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. മറ്റുള്ള 3 പേരും കൂടി പറയുന്നു. ഗമാലിയേൽ ഒന്നും നല്ലതുപോലെ നിവർന്നുകൊണ്ട് ഈശോയ്ക്ക് നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്നു. ഏറ്റവും പഠനമുള്ളവരെ പോലും മങ്ങലേൽപ്പിക്കുന്ന ഗുരു ഇവിടെയുണ്ട്. അവൻ സംസാരിക്കട്ടെ. നീ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ അനുസരിക്കുന്നു. ഞാൻ പറയുന്നു, ഒരു മനുഷ്യനാണ്. ഒരു ദൗത്യം മനുഷ്യന് അതീതമായിട്ടുള്ളതും. എന്നാൽ വിശുദ്ധമായ ജീവിതത്തിൽ ദൈവത്തെ തൻ്റെ സ്നേഹിതനാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് നിർവഹിക്കത്തക്ക വിധം അതിമാനുഷ്യനായി തീരുന്നു. ഞാൻ നൽകിയിരുന്ന കൽപ്പന അനുസരിച്ച് നീ ഒരു പുരോഹിതനാകുന്നു എന്ന് അവനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എഴുതിയിട്ടുള്ളത്? തത്വവും സത്യവും. ഇവയാണ് മഹാപുരോഹിതനുണ്ടായിരിക്കേണ്ടത്. തത്വം ലഭിക്കുന്നത് ഏറ്റവും ജ്ഞാനമുള്ളവനെ അറിയാനുള്ള ആഗ്രഹത്തോടെ നിരന്തരം ധ്യാനിക്കുമ്പോഴാണ്. നന്മയോടുള്ള ഏറ്റവും വലിയ വിശ്വസ്തത മൂലമാണ് സത്യം നേടുന്നത്. തിന്മയോട് രഹസ്യക്കൂട്ട് കെട്ടുന്നവൻ അസത്യമാണ് കണ്ടെത്തുക. സത്യം അയാൾക്ക് നഷ്ടപ്പെടുന്നു.
വളരെ നന്നായിരിക്കുന്നു. ഒരു വലിയ റബിയെപ്പോലെ നീ മറുപടി പറഞ്ഞിരിക്കുന്നു. ഗമാലിയേലായ ഞാൻ പറയുന്നു, നീ എന്നേക്കാൾ മികച്ചു നിൽക്കുന്നു. ഫെലിക്സ് പുലമ്പുന്നു. എന്നാൽ മോശ അത്ഭുതങ്ങൾ ചെയ്തു, അഹ്റോൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അവൻ പറയട്ടെ. ഈശോ ഉടനെ മറുപടി പറയുന്നു, കാരണം അറിവില്ലാത്ത, വഴക്കില്ലാത്ത, ഭാരപ്പെട്ടും ദൈവത്തോട് എതിർപ്പും കാണിക്കുന്ന ഇസ്രയേലിലെ ഒരു വലിയ വിഭാഗത്തെ ദൈവഹിതത്തിന് വിധേയരാക്കി നയിക്കുന്നത് ആ ജനത്തിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠതയും അംഗീകാരവും നേടേണ്ട ആവശ്യമുണ്ടായിരുന്നു. മനുഷ്യൻ എന്നും കിരാതനും എന്നും ശിശുവുമാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കണ്ടാൽ അത് അവനെ ആഴമായി സ്പർശിക്കുന്നു. അത്ഭുതം അങ്ങനെയുള്ളതാണ്. മങ്ങിയ കണ്ണുകളുടെ മുന്നിൽ വീശി കാണിക്കുന്ന ഒരു പ്രകാശമാണത്. അടഞ്ഞിരിക്കുന്ന ചെവിയുടെ അടുത്ത് കേൾപ്പിക്കുന്ന ഒരു ശബ്ദമാണത്. അത് ആളുകളെ ഉണർത്തുന്നു, അവരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുന്നു, അവരെ കൊണ്ട് പറയിക്കുന്നു അവിടെ ദൈവമുണ്ട് എന്ന്. നീ ഇത് പറയുന്നത് നിന്റെ പ്രയോജനത്തിനായിട്ടാണ്. ഫെലിക്സ് തിരിച്ചടിക്കുന്നു. എൻ്റെ പ്രയോജനമോ? ഒരത്ഭുതം ചെയ്താൽ എനിക്കെന്താണ് നേട്ടം? ഒരു പുൽക്കൊടിയുടെ മുകളിൽ കയറി നിന്നാൽ എൻ്റെ ഉയരം കൂടുമോ? വിശുദ്ധിയുടെ കാര്യത്തിൽ അത്ഭുതത്തിന് അത്രയും വിലയേ ഉള്ളൂ. ഒരത്ഭുതവും ചെയ്യാത്ത വിശുദ്ധരുണ്ട്. മായാജാലക്കാരും പ്രേതസേവ ഉള്ളവരും അന്ധകാര ശക്തികളോട് കൂട്ടുപിടിച്ച് അസാധാരണ കൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവ വിശുദ്ധമല്ല, പൈശാചികമാണ്. ഇനി ഒരിക്കലും അത്ഭുതങ്ങൾ ചെയ്തില്ലെങ്കിലും ഞാൻ തന്നെയായിരിക്കും. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈശോയെ, നീ വലിയവനാണ്. ഗമാലിയേൽ അത് അംഗീകരിച്ച് സംസാരിക്കുന്നു. നിന്റെ അഭിപ്രായത്തിൽ ഈ വലിയ മനുഷ്യനാരാണ്? ഫെലിക്സ് ഗമാലിയേലിനോട് ചോദിക്കുന്നു. എനിക്കറിയാവുന്നവരിൽ ഏറ്റവും വലിയ പ്രവാചകൻ, വാക്കിലും പ്രവൃത്തിയിലും ഏറ്റവും വലിയവൻ. ഗമാലിയേൽ മറുപടി പറയുന്നു, അവൻ മിശിഹായാണ്. ഗമാലിയേൽ, നിന്നോട് ഞാൻ പറയുന്നു, എന്നെ വിശ്വസിക്കൂ. നീ ജ്ഞാനിയും നീതിമാനുമാണല്ലോ. എന്ത്, നീയും യൂതന്മാരുടെ വഴികാട്ടി പ്രമാണി. ഞങ്ങളുടെ അഭിമാനം, നീയും ഒരു മനുഷ്യനെ ദൈവമായി കരുതുന്ന ഈ വിഗ്രഹ ആരാധനയിലേക്ക് വീഴുകയാണോ? ഇവൻ ക്രിസ്തുവാണെന്ന് ആരും നിനക്ക് തെളിയിച്ചു തരും. അവൻ അത്ഭുതങ്ങൾ ചെയ്താലും ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ അവൻ ഒരു അത്ഭുതം ചെയ്യാത്തത്? അവനെ സ്തുതിക്കുന്ന നീയും അവനെ പിന്താങ്ങുന്ന നീയും അവനോട് പറയൂ. ഫെലിക്സ് ഗമാലിയേലിനോട് ജോസഫിനോടും പറയുന്നു, ഞാൻ ഇവനെ ക്ഷണിച്ചത് എൻ്റെ സ്നേഹിതരുടെ വിനോദത്തിന് വേണ്ടിയല്ല, ഇവൻ എൻ്റെ അതിഥിയാണെന്ന് ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. ജോസഫ് ഗൗരവമായി പറയുന്നു. ഫെലിക്സ് എഴുന്നേറ്റ് സ്ഥലം വിടുന്നു. ഒരു വഴക്കാളി, ധിക്കാരി. കുറച്ചു സമയത്തേക്ക് മൗനം. ഈശോ ഗമാലിയേലിനോട് ചോദിക്കുന്നു, വിശ്വസിക്കാൻ വേണ്ടി നീ അത്ഭുതങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ലേ? എൻ്റെ ഹൃദയത്തിലുള്ള ഒരു മുള്ള, അതായത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നീക്കാൻ ദൈവത്തിൻ്റെ ഒരു മനുഷ്യൻ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് കഴിയുകയില്ല. ഏത് ചോദ്യങ്ങൾ? മിശിഹ ജീവിച്ചിരിക്കുന്നോ? അത് അവനായിരിക്കുമോ അതോ ഇവനായിരിക്കുമോ? അത് ഇവനാണ്. ഗമാലിയേൽ, ഞാൻ പറയുന്നു. ജോസഫ് വിളിച്ചു പറയുന്നു, ഇവൻ പരിശുദ്ധനാണെന്ന് നീ വിചാരിക്കുന്നില്ലേ? വിശ്വസ്തൻ, ശക്തൻ നീ വിചാരിക്കുന്നുണ്ട്, കൊള്ളാം. എന്നാൽ പിന്നെ വിശ്വസിക്കുന്നതിന് നീ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഗമാലിയേൽ ജോസഫിന് മറുപടി കൊടുക്കുന്നില്ല, ഈശോയുടെ നേർക്ക് തിരിയുന്നു. ഒരിക്കൽ എൻ്റെ ആശയങ്ങളെ ഞാൻ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഈശോയ്ക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ഒരിക്കൽ, അതായത് ജ്ഞാനിയും മഹാനുമായിരുന്ന ഹിലേൽ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടു വിശ്വസിച്ചത് മിശിഹ ഇസ്രയേലിലുണ്ടെന്നായിരുന്നു. അതികഠിനമായ മഞ്ഞുകാലം, വളരെ തണുപ്പുള്ള ഒരു ദിവസം, ദൈവികമായ സൂര്യപ്രകാശത്തിൽ ഒരു വലിയ വെളിച്ചമുണ്ടായി. അന്ന് പെസഹയായിരുന്നു. തണുത്ത് മരവിച്ചുപോയ വിളകളെല്ലാം കുറിച്ച് ആളുകൾ വിഷമിച്ചിരിക്കുകയും ഈ വാക്കുകൾ അന്ന് ഞാൻ കേട്ടു, അത് ഞാൻ പറയുകയും ചെയ്തു. ഇസ്രയേൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നു മുതൽ വയലുകളിൽ ധാരാളം വിളവുണ്ടാവും, ഹൃദയങ്ങളിൽ അനുഗ്രഹങ്ങളും. പ്രതീക്ഷിച്ചു കാത്തിരുന്നവൻ അവൻ്റെ ആദ്യത്തെ പ്രഭാതോർണിയിൽ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് തെറ്റിയില്ല. ആ വർഷത്തെ കൊയ്ത്ത് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കണം. ഈ കൊല്ലത്തേതുപോലെ ആ വർഷവും 13 മാസമുള്ള കൂടുതൽ ദിവസങ്ങളുള്ള വർഷമായിരുന്നു. എന്തു വാക്കുകളാണ് നീ കേട്ടത്? ആരാണത് പറഞ്ഞത്? ഒന്ന്, ഒരു ബാലൻ, കുട്ടിക്കാലം കഷ്ടിച്ച് പിന്നിട്ടവൻ. എന്നാൽ അവൻ്റെ പ്രശാന്തമായ നിഷ്കളങ്കമായ മുഖത്ത് ദൈവം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 19 വർഷമായി ഞാൻ അതേക്കുറിച്ച് ഓർക്കുകയും ചിന്തിക്കുകയുമായിരുന്നു. ആ ശബ്ദം ഒന്നുകൂടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനം ആ വാക്കുകൾ, ആ സ്വരം. ലോകത്തിൻ്റെ ഏതു ഭാഗത്താണ് അവനിപ്പോൾ ജീവിക്കുന്നത്? ഞാൻ ഓർക്കുന്നു, അവൻ ദൈവമായിരുന്നു. ഒരു ചെറുബാലൻ്റെ രൂപത്തിൽ മനുഷ്യരെ ഭയപ്പെടുത്താതിരിക്കാൻ ദൈവം വന്നതാണ്. മിന്നൽ ആകാശത്തിൽ നാനാഭാഗത്തേക്കും പായുന്നത് പോലെ അവൻ, ദൈവം, ഒരു ചെറുബാലൻ്റെ രൂപവും ഭാവവും കൊണ്ട് കാരുണ്യം നിറഞ്ഞ സൗന്ദര്യമായി പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നു. എന്തിന്? ഞാനാവുന്നു എന്ന് ഇസ്രയേലിലേക്ക് തിരികെ വരും. എപ്പോൾ? ഞാൻ വിചാരിക്കുന്നു ഇസ്രയേൽ അവൻ്റെ പാദങ്ങൾക്ക് പീഠമായി തീരുമ്പോൾ എന്ന്. എന്നാൽ ഇസ്രയേലിൻ്റെ ഹീനത്വം കാണുമ്പോൾ എൻ്റെ ഹൃദയം തേങ്ങുന്നു.
ഒരിക്കലും അതുണ്ടാകുകയില്ല. ഓ, ഇത്ര പരുഷമായ മറുപടി! എന്നാൽ അത് സത്യമാണ്. നമ്മുടെ ഇടയിൽ ഇത്രയും അറപ്പുളവാക്കുന്ന സ്ഥിതിയാണെങ്കിൽ വിശുദ്ധിക്കും മിശിഹായിലേക്ക് താണിറങ്ങാൻ കഴിയുമോ? അതിന് കഴിയും, അത് ഇറങ്ങുന്നുമുണ്ട്. കാരണം അത് കരുണ തന്നെയാണ്. ഈശോ മറുപടി പറഞ്ഞു. ചിന്താമുക്തനായി ഗമാലിയൽ ഈശോയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിക്കുന്നതിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അപ്പോൾ ഈശോ എണീറ്റ് നിവർന്നു വളരെ ഗാംഭീര്യത്തോടെ പറയുന്നു, ആയിരിക്കുന്നവനാരോ അവനാകുന്നു ഞാൻ. ഐ ആം ഹൂ ആം. പിതാവിൻ്റെ ചിന്തയും വചനവുമാണ് ഞാൻ കർത്താവിൻ്റെ മിശിഹായാകുന്നു. നീയോ? എനിക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. നിന്റെ വിശുദ്ധി വളരെ വലുതാണെന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ആ ബാലന് അന്നെന്നോട് പറഞ്ഞു, ഞാനൊരടയാളം തരും. എൻ്റെ നാഴിക വരുമ്പോൾ ഈ കല്ലുകൾ പ്രകമ്പനം കൊള്ളും. വിശ്വസിക്കാൻ ആ നാഴികയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നീയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ എന്നെ ബോധ്യപ്പെടുത്താൻ ആ അടയാളം എനിക്ക് തരാൻ നിനക്ക് കഴിയുമോ? അവർ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുകയാണ്. നല്ല ഉയരം, നല്ല ഗാംഭീര്യം. ഒരാൾ വളരെ വിപുലമായ തൂവെള്ള കുപ്പായത്തിൽ, മറ്റേയാൾ കടും ചുവപ്പ് രോമവസ്ത്രം അണിഞ്ഞ്. ഒരാൾ പ്രായം ചെന്നവൻ, മറ്റേയാൾ ചെറുപ്പക്കാരൻ. ആജ്ഞാശക്തിയുള്ള ആഴമുള്ള കണ്ണുകൾ പരസ്പരം നോക്കുന്നു. അനന്തരം ഈശോ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന വലത് കൈ താഴ്ത്തിയിട്ട് ശബ്ദം ചെയ്ത് പറയുന്നത് പോലെ ഉറക്കി പറയുന്നു, നീ ആ അടയാളം ആവശ്യപ്പെടുന്നു, നിനക്കത് ലഭിക്കും. വളരെ മുമ്പ് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു. എൻ്റെ അവസാനത്തെ വാക്കുകൾ കേട്ട് കർത്താവിൻ്റെ ആലയത്തിലെ കല്ലുകൾ പ്രകമ്പനം കൊള്ളും. പാപപൂർത്തി ലഭിച്ച് രക്ഷിക്കപ്പെടണമെങ്കിൽ ഓ ഇസ്രയേലിൻ്റെ പണ്ഡിത, നീതിമാനായ മനുഷ്യ, അടയാളത്തിനായി കാത്തിരിക്കുക, എന്നിട്ട് വിശ്വസിക്കുക. അതിനു മുമ്പ് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നീ അനുഗ്രഹീതൻ, എന്നാൽ അത് നിന്നെ കൊണ്ട് സാധ്യമല്ല. നീതിയായിട്ടുള്ള ഒരു വാഗ്ദാനത്തെക്കുറിച്ച് അനേകം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തെറ്റായ വിശ്വാസങ്ങൾ, അഹങ്കാരം കുന്നുകൂടിയിട്ടുള്ളത് ഇവയെല്ലാം സത്യത്തിനും വിശ്വാസത്തിനും തടസ്സമായ വൻ കോട്ടകളായി നിൽക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ആ അടയാളത്തിന് വേണ്ടി കാത്തിരിക്കും. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഗമാലിയേൽ, ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിത്യനായ രൂപി നിന്നെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. നിക്കോദമേസ് ജോൺ സൈമൺ, സൻഹൃദി അംഗം എന്നിവരോടുകൂടെ യാത്രയാവുന്ന ഗമാലിയേലിനെ എല്ലാവരും വന്ദിക്കുന്നു. ഈശോ, ജോസഫ്, ലാസറസ്, തോമസ്, തീഷ്ണനായ സൈമൺ, കൊർണേലിയോസ് എന്നിവർ അവിടെയുണ്ട്. അവൻ വഴങ്ങുകയില്ല. അവൻ അങ്ങേ ശിഷ്യരിൽ ഒരാളായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങേക്ക് അനുകൂലമായി ജനസ്വാധീനമുള്ള ഒരാളുണ്ടാകുമായിരുന്നു, പക്ഷേ എന്നെ കൊണ്ടൊന്നും കഴിയുന്നില്ല. ജോസഫ് പറയുന്നു, വിഷമിക്കേണ്ട. അടുത്തു വരുന്ന കൊടുങ്കാറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു സ്വാധീനത്തിനും കഴിയുകയില്ല. എന്നാൽ ഗമാലിയേൽ എനിക്ക് അനുകൂലമായി വഴങ്ങാത്തതുപോലെ എനിക്കെതിരെയും വഴങ്ങുകയില്ല. അവൻ കാത്തിരിക്കുന്ന ഒരുവനാണ്. ദർശനം ഇവിടെ അവസാനിക്കുന്നു.